ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ്. നല്ലൊരു അടിപൊളി നെക്ക് കൊടുത്തിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. സ്കേർട്ടിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാദ്യം വേണ്ടത് നമ്മൾ ഏത് തുണിയാണോ എടുക്കുന്നത് അത് 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ മടക്കിയെടുക്കണം. അതിനുശേഷം അളവ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കൈയിൻ്റെ വശം വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചതുരത്തിലുള്ളൊരു ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ സൈഡ് വശത്ത് മാത്രം ഒരു കർവാക്കിയ രീതിയിൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഇത് 2 ലൈൻ വരച്ചത്, ആം ഹോളിൻ്റെ അവിടെ 2 ലൈൻ വരച്ച് കൊടുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഒന്ന് ബാക്ക് വശത്തേക്കും ഒന്ന് ഫ്രണ്ട് പോർഷനിലേക്കും ഉള്ളതാണ്. ഇതുപോലെ കഴുത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവെടുത്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ കുറച്ച് താഴെ ഭാഗം വരെ അളവെടുക്കുക. അളവെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് വെട്ടുന്നത് പോലെ ഒന്ന് വെട്ടിയെടുക്കുക. പ്രിൻസസ് കട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ആം ഹോളിൻ്റെ ബാക്ക് പോർഷൻ മാറ്റിയിട്ടിട്ട് ആ ഒന്നുകൂടെ കുഴിച്ച് വെട്ടിയിട്ടുള്ള ആ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഇതുപോലെ നമ്മുടെ പ്രിൻസസ് കട്ടിന് ആവശ്യമായിട്ടുള്ള ആ കട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കാം, അതുപോലെ ആയിരിക്കും. ഇനി കഴുത്ത് വെട്ടുമ്പോൾ ശ്രദ്ധിച്ച് വെട്ടിയെടുക്കുക. കഴുത്ത് ഇതുപോലെ തിരിച്ച് ഇട്ട് ആ ക്രോസ് പീസ് പോലത്തെ വരുന്നില്ലേ, ക്രോസായിട്ട് വരുന്നില്ലേ, ആ ഭാഗം ഒക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം. എങ്കിലും അടിക്കുന്ന സമയത്ത് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ആ സൈഡിലെ പോർഷനാണ് ഇതിങ്ങനെ ഇനി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. 2 പീസ് അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ സെൻറ്ററിലൊരു പീസാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ബാക്ക് പോർഷനിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ആ റൗണ്ട് നെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ലൈനിങ്, അതിനാവശ്യമായിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് നല്ല പോർഷനിലുള്ള അതേ കറക്റ്റ് അളവിൽ നമ്മൾ ആദ്യം വെട്ടുന്നില്ല, അടിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. കഴുത്ത് നല്ല വൃത്തിക്ക് അടിച്ചു കൊടുക്കുക. കഴുത്ത് അടിച്ചതിന് ശേഷം എങ്ങനെയാണോ അളവിൽ വരുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ നെക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇത് അടിക്കുമ്പോൾ വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് അടിച്ചു കൊടുക്കുക. ഇനി കഴുത്തിൻ്റെ സൈഡ് വശത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മൾ അതിനകത്തൊരു വള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പോർഷനിൽ നിന്ന് വള്ളിയാണ് പോകുന്നത്. ആ പോർഷനിലേക്കുള്ള വള്ളിക്കുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ അടിച്ച് മറച്ച് എടുക്കുക. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ആ വള്ളി, താഴെ കാണുന്നില്ലേ, താഴോട്ട് ആക്കിയിട്ട് ഈ ഭാഗത്താണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നത്. കാണുന്നില്ലേ, ഈ പോർഷനിൽ വള്ളി വെച്ച് അടിച്ച് കൊടുത്ത് നേരെ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നല്ല നൈസായിട്ട് തന്നെ വെട്ടിയെടുത്ത് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്ത് വിടുമ്പോൾ മാത്രമേ നെക്ക് നമ്മൾ മറിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു കർവും എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ മറച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആ വള്ളി മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ നെക്കിൻ്റെ അവിടെ ഒന്നുകൂടെ മറച്ച് നല്ല വശത്തൂടെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഒന്നുകൂടെ അടിച്ച് കൊടുക്കുക. താഴെ ഭാഗം വരെ നമ്മളതിന് ഈ നല്ല പോർഷൻ്റെ അത്രയും ഭാഗത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പുറത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആ പോർഷൻ കിട്ടില്ല. അങ്ങനെ ആ 2 സൈഡിൽ, ഫ്രണ്ട് പോർഷനിലെ 2 സൈഡിൽ കട്ട് ചെയ്ത് വെച്ച ക്ലോത്തും കൂടെ നമ്മൾ അങ്ങനെ ലൈനിങ് വെച്ച് ഒന്ന് അടിച്ച് കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ആ പീസുകൾ ഉണ്ടായിരിക്കുക. അതിൻ്റെ ബാക്ക് വശത്ത് കണ്ടോ ലൈനിങ്. ഇനി അത് രണ്ടും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ അവിടെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ വശത്തേക്ക് വലുതും ചെറുതുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഭാഗം ഒക്കെ നല്ല ഷേപ്പ് രീതിയിൽ കിട്ടും. പ്രിൻസസ് കട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. കണ്ടോ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടില്ലേ. അങ്ങനെ അടിച്ച് 2 സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു.
ഇനി നമുക്ക് താഴെ വശത്തേക്ക്, അതായത് വേസ്റ്റ് പോർഷൻ വരില്ലേ, ക്രോപ്പ് ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്കുള്ള ഒരു പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത്യാവശ്യം കുറച്ച് വലിയ വീതിയിലുള്ള ഒരു 3-4 ഇഞ്ച് വീതിയിലൊക്കെ നമുക്കെടുക്കാം. അതെടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് അടിഭാഗം കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മുടെ വേസ്റ്റ് പോർഷനൊക്കെ ഉള്ളിലേക്ക് പോവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക്. പിന്നെ അത് അടിച്ചു കൊടുത്തത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ചെറിയ മടക്കിനേക്കാൾ നന്നായിട്ടിരിക്കുക ഇങ്ങനെ കുറച്ച് വീതിയിൽ മടക്ക് വരുമ്പോഴായിരിക്കും അതിന് ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ടായിരിക്കുക. ഇനി നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഒന്ന് അടിച്ചെടുക്കുക. ഒരേപോലെ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് അടിച്ചെടുക്കണം. കൈ നമ്മളിവിടെ ചെറുതാണ് കൊടുക്കുന്നുള്ളൂ. ഇതിൽ ഫുൾ സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും, സ്ലീവ്ലെസ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും, 3/4 ആണെങ്കിലും ഭംഗിയായിരിക്കും. 3/4-നേക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗി ഒന്നല്ലെങ്കിൽ ചെറിയ കൈ, അല്ലെങ്കിൽ സ്ലീവ്ലെസ്, അല്ലെങ്കിൽ ഫുൾ സ്ലീവ് നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് ഏതാണ് ആവശ്യം അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കും. ഇനി വേണ്ടത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അടിഭാഗത്തേക്ക് നല്ല വശവും അതുപോലെ ലൈനിങ്ങും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നേരെ ബാക്കോട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ മറച്ച് കൊടുക്കുക. കണ്ടോ, താഴെ ഭാഗത്ത് ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് വീതിയിൽ താഴെ ഭാഗം കിട്ടും, നല്ല പെർഫെക്ഷനും ഉണ്ടായിരിക്കും. കുറച്ച് വീതി ഉണ്ടാവും, പിന്നെ അതുപോലെ തിക്ക് ഉണ്ടായിരിക്കും ആ ഭാഗത്ത്. അതുകൊണ്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പ് പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഷേപ്പ് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പ് വരഞ്ഞ് അടിച്ചു കൊടുക്കുക. അതിൻ്റെ നെക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ലൊരു അടിപൊളി നെക്കാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ